ഒരു ചെറിയ തിരമാല ദുഃഖിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ തിരമാല വന്ന് ചോദിച്ചു, നീ എന്താണ് ദുഃഖിച്ച് ഇരിക്കുന്നത്? ചെറിയ തിരമാല തൻ്റെ തൊട്ട് അരികിലുള്ള അലയടിച്ചുയരുന്ന തിരമാലയെ കാണിച്ചിട്ട് പറഞ്ഞു, ആ തിരമാലയെപ്പോലെ അലയടിച്ചുയരാൻ എനിക്ക് ആകുന്നില്ല. അതാണ് എൻ്റെ ദുഃഖം. വലിയ തിരമാല പറഞ്ഞു, അലയടിച്ചുയരുന്ന ആ തിരമാലയുടെ ഭാഗമാണ് നീ. നീ ജലമാണോ? അതറിയാത്തതാണോ നിന്റെ ദുഃഖം? ഒരു തുള്ളി വെള്ളത്തിന് കുറച്ച് നിമിഷത്തെ ആയുസ്സേയുള്ളൂ. ആ ഒരു തുള്ളി വെള്ളം ഒരു തുള്ളിയായിട്ട് തന്നെ കിടക്കുകയാണെങ്കിൽ അതിനെ ആരും ശ്രദ്ധിക്കുകയില്ല. ആ ഒരു തുള്ളി വെള്ളം സമുദ്രവുമായിട്ട് ചേരുമ്പോൾ അത് പിന്നെ സമുദ്രമാണ്. അതിന് സമുദ്രത്തിൻ്റെ ശക്തിയാണ് ലഭിക്കുന്നത്. അതേപോലെ ഒരാൾ ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവ് അയാൾക്കുണ്ടാകുമ്പോൾ ആ പ്രപഞ്ചത്തിൻ്റെ ശക്തിയാണ് അയാൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് ജീവിതത്തിൽ വേദനിക്കേണ്ടി വരില്ലേ? അയാളുടെ ജീവിതത്തെ കണക്ക് കൂട്ടി ഉത്തരം കണ്ടെത്തി ജീവിക്കില്ല. തനിക്ക് ചുറ്റുമുള്ളതെല്ലാം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണെന്നാണ് അയാൾ വിചാരിക്കുക. അത് നല്ലതായാലും ചീത്തയായാലും ജീവിതത്തിൽ അയാൾ കൂടുതലായിട്ട് ശക്തി ചെലുത്തില്ല. ആ ഒഴിഞ്ഞ മനസ്സ് ഉള്ള ഒരാൾ പ്രകൃതിയുടെ താളത്തിനനുസരിച്ചാണ് ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്കാണ് പ്രകൃതിയുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയുക. കൂടുതൽ ശക്തി ചെലുത്തുന്ന സമയത്ത് കൂടുതൽ നമ്മൾ സംഘർഷത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പ്രകൃതിയെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ശക്തി ചെലുത്തിയിട്ടല്ല ജീവിക്കുന്നത്. ഒരു ജലത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സൗമ്യമായി ആ ജലം കല്ലുകൾക്കിടയിലൂടെ ഒഴുകുന്നുണ്ട്, അതിൻ്റെ ഉപരിതലത്തിലൂടെ ഒഴുകുന്നുണ്ട്, പരുക്കൻ പ്രതലങ്ങളിലൂടെ ഒഴുകുന്നുണ്ട്. ആളിക്കത്തുന്ന അഗ്നിയെ തണുപ്പിച്ച് ശാന്തമാക്കുന്നുണ്ട്. ജലത്തോളം സൗമ്യമായി മൃദുത്വമുള്ള ഒന്ന് ഇല്ലെന്ന് പറയുന്നത്. ഒരാളുടെ ഉള്ളിൽ ഞാനെന്ന ഭാവം കുറയാതിരിക്കുമ്പോഴാണ്, സ്വാർത്ഥത അയാളിൽ നിന്ന് വിട്ടുപോകാതിരിക്കുമ്പോഴാണ്, സഹനം ആവോളം അയാളിൽ ഇല്ലാതാകുമ്പോഴാണ്, അങ്ങനെയുള്ള ഒരാൾക്ക് ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണെന്നുള്ള അനുഭവം ഉണ്ടാവില്ലേ? അയാൾക്ക് സ്വാഭാവികമായിട്ട് സഹജമായിട്ട് ജീവിക്കാൻ സാധിക്കില്ലേ? അങ്ങനെയുള്ള ഒരാളുടെ ജീവിതം ലാളിത്യം നിറഞ്ഞതായിരിക്കില്ലേ? ഞാനെന്ന ഭാവം ഒരാളിൽ ഉണ്ടാകുമ്പോൾ, സ്വാർത്ഥത ഉണ്ടാകുമ്പോൾ, അയാളുടെ ശക്തി ഉപയോഗിച്ച് ഭൗതിക തലത്തിൽ ചില നേട്ടങ്ങൾ അയാൾക്കുണ്ടാക്കാൻ സാധിക്കും. അപ്പം അത് ഉണ്ടാക്കുന്ന സമയത്ത് അയാൾക്ക് അവിടെ സമാധാനക്കേടുണ്ടാവും. നേടിയതെല്ലാം ഒരു ദിവസം അയാൾ ഇവിടെ നിന്ന് ഉപേക്ഷിച്ച് പോകും. നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഒഴിഞ്ഞ മനസ്സോടെയാണ് നമ്മൾ വന്നിരുന്നത്, ഒഴിഞ്ഞ മനസ്സോടെയാണ് നമ്മൾ ഇവിടെ നിന്ന് പോവുക. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ ഒഴിഞ്ഞ മനസ്സോടെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കും.
ഒഴിഞ്ഞ മനസ്സോടെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോഴാണ് നമുക്ക് സമാധാനപ്പെടാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പുണ്യാത്മാക്കൾ പറയുന്നത്, മനസ്സ് അത്ര കണ്ട് ഒഴിഞ്ഞ് ജീവിക്കുക. കാണുന്നതെല്ലാം എടുത്ത് നമ്മൾ തലയിൽ വെച്ച് നമ്മളെ തലയെ ഭാരപ്പെടുത്തേണ്ട, മനസ്സിനെ ഭാരപ്പെടുത്താതെ ജീവിക്കണമെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം സർവ്വജീവജാലങ്ങളും എൻ്റെ ഭാഗമാണ്. ആരെന്ത് ജീവിതത്തിൽ നേടുന്നോ അത് എൻ്റെ നേട്ടമാണ്. കാരണം അത് എൻ്റെ ഭാഗമാണ്. ഒരിക്കൽ ഒരു ധനികനുണ്ടായിരുന്നു. അയാൾ കൂടുതൽ ധനം നേടി, അമൂല്യങ്ങളായ രത്നങ്ങൾ അയാൾ നേടി. അയാൾക്ക് ഏകദേശം പ്രായമായി. അയാൾ ചിന്തിക്കാൻ തുടങ്ങി ജീവിതത്തെക്കുറിച്ച്. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഇനി കുറഞ്ഞ വർഷങ്ങളല്ലേ ഉള്ളൂ ഞാൻ ഈ ഭൂമിയിൽ. ഞാൻ എന്താണ് ഇവിടെ നിന്ന് കൊണ്ടുപോവുക? ഈ ചിന്തകൾ ദിവസങ്ങളോളം അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഒരു ദിവസം ഒരു സന്യാസി അവിടെ എത്തി. ഇയാൾ സന്യാസിയുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇയാൾ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോകണം, ഏറ്റവും പ്രിയപ്പെട്ടത് എന്തെങ്കിലും കൊണ്ടുപോകണം. സന്യാസി ചോദിച്ചു, കൊണ്ടുപോകണമെങ്കിൽ നിനക്ക് കൈ വേണ്ടേ? അവിടേക്ക് എത്താൻ നിനക്ക് കാലുകൾ വേണ്ടേ? ഈ കാലുകളും കൈകളും ഇവിടെ ഉപേക്ഷിക്കും. നിന്റെ ശരീരം തന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് നീ പോകുന്നത്. പിന്നെ എങ്ങനെയാണ് നിനക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയുക? അയാൾ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും കൊണ്ടുപോകണം. സന്യാസി പറഞ്ഞു, നീ ഒഴിഞ്ഞ മനസ്സോടെ ജീവിക്ക് നീയുള്ള കാലം. ഇവിടെ നിന്ന് പോകുമ്പോഴാണ് ഒഴിഞ്ഞ മനസ്സോടെ നിനക്ക് പോകാൻ സാധിക്കും. ഒഴിഞ്ഞ മനസ്സോടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒഴിഞ്ഞ മനസ്സോടെ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ സാധിക്കും. നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ശൂന്യമായ കൈയോടെയാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നത്. ശൂന്യമായ കൈയോടെയാണ് നമ്മൾ ഇവിടെ നിന്ന് പോവുക. ഇത് മനസ്സിലാക്കിയിട്ട് ശൂന്യമായിട്ടുള്ള മനസ്സോടെ, ഉള്ളൊഴിവോടെ ഈ ലോകത്ത് ജീവിക്കുക. അങ്ങനെ ജീവിക്കാനും സമാധാനപ്പെടാനും നമുക്ക് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ